ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രജന സലീം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മേരിലാൻഡ് ബ്രിഡ്ജസിനെ പറ്റിയിട്ടാണ്. എന്താണ് മേരിലാൻഡ് ബ്രിഡ്ജ്? അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള പല്ലുകളെ സപ്പോർട്ട് ചെയ്തിട്ട് ബ്രിഡ്ജ് വെക്കുന്ന രീതി ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മേരിലാൻഡ് ബ്രിഡ്ജിൽ ചെയ്യുന്നത് പല്ലിന്റെ ഉൾവശം, അതായത് അടുത്തുള്ള ഈ രണ്ട് പല്ലുകളുടെ ഉൾവശം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തതിനു ശേഷം ഇംപ്രഷൻ എടുത്ത് കസ്റ്റമൈഡ് ആയിട്ടുള്ള ക്രൗണുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ രണ്ട് ചിറകുകൾ പോലെ വരും രണ്ട് സൈഡിലും. അതിന്റെ കൂടെ തന്നെ മിസ്സിംഗ് ആയിട്ടുള്ള പല്ലും കൂടെ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇത് എല്ലാ പേഷ്യൻസിനും സാധ്യമല്ല. അതുപോലെ എല്ലാ പല്ലിന്റെ റീപ്ലേസ്മെന്റിനും ഇത് സാധ്യമല്ല. പ്രത്യേകിച്ച് ഫ്രണ്ടിലുള്ള പല്ലുകൾക്കാണ് നമ്മളിത് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നല്ല ഓറൽ ഹൈജീൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അങ്ങനത്തെ പേഷ്യൻസിനാണ് നമ്മൾ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് പ്രിഫർ ചെയ്യാറുള്ളത്. പ്രോപ്പർ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാത്ത പേഷ്യൻസിന് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തുള്ള പല്ലുകൾ പെട്ടെന്ന് തന്നെ കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ഈ മേരിലാൻഡ് ബ്രിഡ്ജ് പ്രിഫർ ചെയ്യാത്തത്. അതുപോലെ തന്നെ ചില പല്ലുകൾക്കും ചില ക്രൗഡിംഗ് ഒക്കെ ഉള്ള കേസിന് നമുക്ക് മേരിലാൻഡ് ബ്രിഡ്ജ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇതിന്റെ പ്രധാന